അഭിനയം എന്ന രീതിയിലേക്ക് ഫസ്റ്റ് ഒരു പ്രോജക്റ്റ് ആണല്ലോ വന്നേക്കുന്നത് ഈ പാട്ടിന്റെ അർജുൻ വന്നേക്കുന്ന ഫസ്റ്റ് പ്രോജക്റ്റ് ആണ്. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ഫസ്റ്റ് സെക്കൻഡ് ആണ് ആക്ച്വലി. ബിഗ് ബോസിന് മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു കൊമേഴ്ഷ്യൽ ഷൂട്ട്സും അഡ്വർടൈസ്മെന്റ്സ് തന്നെ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. വേറെ കിട്ടിയിട്ടില്ല വേറെ ബിഗ് ബോസ് കഴിഞ്ഞാണ് എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നു തുടങ്ങിയത്. സോ ദിസ് സെക്കൻഡ് വൺ ആക്ച്വലി. ഫസ്റ്റ് വൺ ഡിസംബർ റിലീസ് ഉണ്ട് മദ്രാസ് മല. ആൻഡ് സെക്കൻഡ് ഷെറിനെ വിളിച്ചപ്പോൾ തന്നെ ലൈക്ക് വിന്യറിന്റെ പാട്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം ഭയങ്കര എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ട്. കുറേ നാളെ ആ ഒരു ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് പാട്ട് കേട്ടിട്ട്. ആൻഡ് വേറെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ദെൻ ആക്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഓരോ ഡേയും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് സെക്കൻഡ് വാസ് ഓൾസോ വിത്ത് ശ്രീതു. ഇപ്പോൾ കംഫർട്ടബിൾ ആയിരുന്നു. ജസ്റ്റ് റിയാക്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മതി. ചോദിക്കാം. ചേട്ടാ പറഞ്ഞായിരുന്നു ഭയങ്കര ഗോസിപ്പ് ഇവര് ഇറങ്ങി കഴിയുമ്പോ ഗോസിപ്പ് വരുന്നുണ്ട്. അപ്പം ഈ ഗോസിപ്പ് വിറ്റ് മാർക്കറ്റ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി ആയിരുന്നു. തീർച്ചയായിട്ടും അല്ലാതെ വേറെ വഴിയില്ലല്ലോ. കാരണം അതാണ് മാർക്കറ്റിംഗ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങള് ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ക്യാമറ എടുത്ത് വരുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിംഗ് അല്ലേ. സോ ആ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കും. അപ്പൊ ഞാൻ നോക്കുമ്പോൾ പാട്ടിനെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ടുപേരും ഇവർ തന്നെയാണ്. സോ ഒബ്വിയസ്ലി എന്താ പറയാ, അത് തന്നെയാണ് ഈ പാട്ട് റീച്ച് ആവണം. അത് ഞങ്ങളുടെ ഇവിടെ ആവശ്യമാണ്. പിന്നെ ഇവര് നിൽക്കുന്ന ഒരു പീക്ക് ടൈമിലാണല്ലോ. ഇവര് ചെറിയൊരു റീൽ ഇട്ടാലും മില്യൺസും ഇതൊക്കെയാണ്. അതൊക്കെ വേറെ ആർക്കും അത്രയും റീച്ച് ഇല്ല. ഇപ്പത്തെ ഒരു ഇതില് ഇവരുടെ റീച്ച് ഭയങ്കര റീച്ചാണ്. പക്ഷെ ഞാൻ പ്രൊഫഷണലി ഐ എം ടെലിങ് അവർക്ക് അവരുടെ ഒരു ഭാഗ്യം. ഞാൻ പറയുന്നത് അതൊരു ഭാഗ്യമാണ്. അർജുൻ ശ്രീതു അങ്ങനെ ഫാൻസ് നല്ല ജെന്യുവൻ ഫാൻസ് ആണ് ഇവർക്ക്. അത് പറയാതെ ഇരിക്കാൻ വയ്യ. അത് ആ പിള്ളേര് ഇവരുടെ വീഡിയോ അല്ലെങ്കിൽ ഇവരുടെ ലൈവ്, ഇവരുടെ റീല്, ഇവര് ഷർണ ചേച്ചി ഇവർക്ക് വേണ്ടി ഒരു റീൽ ഉണ്ടാക്കിപ്പിക്കുവോ അല്ലെങ്കിൽ ഒരു ലൈവ് ചെയ്യിപ്പിക്കുവോ. ഐ മീൻ ഇങ്ങനെ നമ്മളുടെ വീട്ടിൽ പോലെ ഒന്നും ഇറങ്ങി പോവോ ഇങ്ങനെ പറയുമോ. പക്ഷെ ഈ പിള്ളേർ എവിടുത്തെ എത്രയോ ദൂരെ നിന്നാണ് ഈ പിള്ളേര് ഇത്ര ഇവർ ലക്കിയാണ്. നല്ല ഫാൻസ് അങ്ങനെ. അതേപോലെ പുള്ളി ടാഗ് ചെയ്തപ്പോ മാറി അല്ലൂർജുൻ ടാഗ് ചെയ്തു. അതിന് ചീത്തവര് വേണം. അവിടെ നല്ല ഫാൻസ് ആണ്, ഒരിക്കലും മറക്കൂല. നല്ല ഫാൻസ് ആണ്. പിന്നെ അബൌട്ട് അർജുൻ ശ്രീതു, ഫോർ മീ ഞാൻ ഒരു മാർക്കറ്റിംഗ് ലെവലിലല്ല, ആക്ച്വലി മാർക്കറ്റ് മാത്രം നോക്കിയല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ആ ബിഗ് ബോസ് ഹൗസിൽ എനിക്ക് കണക്റ്റഡ് ആയിട്ടുള്ള 4, 5, 6 മെമ്പേഴ്സ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കണക്ട് ആദ്യം വരുന്നത് ശ്രീതു, പിന്നെ അർജുൻ. ഇവരൊക്കെ ആയിരുന്നു എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത്. ഇനി ഞാൻ കരഞ്ഞാൽ അല്ലെങ്കിൽ ചിരിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ എപ്പോഴും ഇവരായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഈ പാട്ട് ഇവർക്ക് ആപ്റ്റ് ആണെന്ന് ഉറപ്പായി കഴിഞ്ഞ ശേഷം മാത്രം, അല്ലെങ്കിൽ നമുക്ക് വേറെ കുറെ എടുക്കാം. പക്ഷെ ഇവര് പിന്നെ പ്ലസ് യെസ് അഭിമാനത്തോടെ പറഞ്ഞു ദേ ആർ നമ്പർ 1 ഇൻ മാർക്കറ്റ്. ഇപ്പൊ ശ്രീതു, ഇതിന് മുമ്പ് നിങ്ങളൊരു രണ്ടുപേരും ഒരു കല്യാണ പെണ്ണ് ചെക്കൻ്റെ ഒരു കോസ്റ്റ്യൂമിൽ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ ഒരു വേഷത്തിൽ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു ബൊട്ടീക്കിന് വേണ്ടി. അപ്പം അത് ചെയ്തു. അപ്പൊ അത് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ നിങ്ങൾ ഒരുമിച്ചു കല്യാണം കഴിഞ്ഞു എന്നൊക്കെ ഒരുപാട് കമന്റുകളൊക്കെ വരാറുണ്ട്. അപ്പൊ അതിനുശേഷം പിന്നെ ഇപ്പൊ കല്യാണം കഴിക്കുന്നു. ഇത് ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഭൂമി പിന്നെയും കൊടുക്കില്ലേ നിങ്ങൾ? ഇത് എനിക്ക് വന്നിട്ട് പേഴ്സണായിട്ട് എനിക്ക് അത് മൈൻഡിൽ ഞാൻ എടുക്കുന്നില്ല. ബിക്കോസ് ഞാൻ ഈ ഒരു പ്രൊഫഷണൽ ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പും എനിക്ക് അതുപോലൊക്കെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് മനസ്സിലാവും ആൾക്കാർക്ക്. മേ ബി ഇന്നോ ഇല്ല നാളെയോ ഇല്ല മറ്റന്നാളോ എപ്പോഴെങ്കിലും ഒരു ദിവസം മനസ്സിലാവും ഇതൊരു ആക്ടിങ് ആണ്, ഒരു സംഭവമാണ്. അപ്പോൾ ഇത് പറയുന്നത് ഇല്ല. അതാണ് എന്റെ ചോദ്യം. ഇല്ല. കൂടുതലായിട്ട് ഫാൻസ് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു എന്റെ അറിവില് ഫാൻസ് എന്ന് പറഞ്ഞ പിള്ളേർക്ക് ഇഷ്ടം ഞങ്ങളെ മൊമെന്റ്സ് കാണാനും അത് റീക്രിയേറ്റ് ചെയ്ത് കാണാനും അല്ലെങ്കിൽ ഒരുമിച്ച് കല്യാണം അതൊന്നും ഞങ്ങളെ പേഴ്സണലി എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പം പലർക്കും പല രീതിയിൽ പറയാം. സോ അവർ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ മൊമെന്റ്സ്, ബിഗ് ബോസിൽ കുറെ മൊമെന്റ്സ് അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അത് പിള്ളേർ മാത്രമല്ല, ഏജ് ഇല്ല, കുറെ അപ്പം അച്ഛന്മാരും അമ്മമാരും കുറെ പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അവർക്ക് ആ മൊമെന്റ്സ് ഇപ്പം ബിഗ് ബോസ് ഇല്ലാത്തതുകൊണ്ട് എഗെയിൻ ലൈവ് റെക്കോർഡ് ചെയ്ത് എന്നൊക്കെ മേടിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു മൊമെന്റ്സ് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. ലൈക് സംവാട്ട് ഇപ്പൊ ഞാനും നമ്മളും ചെറുപ്പത്തിൽ ഇപ്പം കുറെ തിങ്സ് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ചാനലിലൊക്കെ. അപ്പൊ അതുപോലെ
മിസ് ചെയ്യുന്നതുകൊണ്ട് അവർ പിന്നെ പിന്നെ റീൽസ് അല്ലെങ്കിൽ വീഡിയോ ചോദിക്കുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വർക്ക്സും വന്നത്. ഇപ്പൊ ഈ ഒരു പ്രൊജക്റ്റ് ആണെങ്കിലും ലൈക്ക് പീപ്പിൾ ആ ടൈമിൽ ഓഡിയൻസ് എൻജോയ് ചെയ്തു. സോ ആ വേറെ ഇത് ഗിഫ്റ്റ് ലൈക്ക് ഇത് ഞാനല്ല, ഇതിപ്പോ പ്രൊഡക്ഷൻ തീരുമാനിച്ചു, ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഇവരൊരു ആർട്ടിസ്റ്റാണ്, ബാക്കിയുള്ളൊരു ആർട്ടിസ്റ്റാണ്. അപ്പൊ അവര് ആ ഒരു സ്ക്രിപ്റ്റിൽ ആ ഒരു പ്രൊജക്റ്റിൽ പ്ലേസ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ചെയ്തൊന്നും നല്ലത്, ഞങ്ങൾ ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളാണ് ചെയ്യുന്നല്ലേ ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബട്ട് പ്രൊഡക്ഷൻ പറയുന്നത് എന്താ പറയുക, ഗിഫ്റ്റ് ആണ്. ആക്ച്വലി ആദ്യം നമ്മളിങ്ങനെ ഗിഫ്റ്റ് ആവോ എന്തോന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ ഇതിന്റെ മോഷൻ പോസ്റ്റർ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഇത് മില്യൻസിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നു ഇതൊരു ഗിഫ്റ്റ് ആയിട്ട് അവരെടുത്തിരിക്കുന്നത്. മീൻസ് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ടാണ് അത് ഫീൽ ചെയ്തിരിക്കുന്നത്. സീരിയസ്ലി ഇപ്പം അർജുൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിൽ ഞാൻ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നു ആ കാര്യം. ഈ ബിഗ് ബോസിനകത്ത് ഇവരുടെ ഒരു തമാശ, ചിരി, കളി, ക്യൂട്ട്നെസ് ആണത്. അപ്പൊ ആ ഒരു സംഭവം ബിഗ് ബോസ് നിന്ന് കഴിഞ്ഞപ്പോൾ പല ആൾക്കാരും അത് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെ ഫാൻസ് അത് ഇങ്ങനത്തെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രസ് മീറ്റ് അല്ലെങ്കിൽ അതിൽ കൂടെയാണ് അവര് റീകളക്ട് ചെയ്യുന്നത്, അവരത് ആഘോഷിക്കുന്നത്. സോ അതിനാണ് അവര് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത്, നോട്ട് ഫോർ ഇവരുടെ പേഴ്സണൽ ലൈഫ് എന്താണെന്ന് അറിയാനല്ല ആക്ച്വലി.